It is far better to buy a wonderful company at a fair price instead of buying a fair company at a wonderful price. അതായത് മികച്ച കമ്പനികൾ അതിൻ്റെ വാല്യൂഷനിൽ മേടിക്കണം. അതാണ് നിക്ഷേപ ലോകത്തെ രാജാവായ വാറൻ ബഫറ്റ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ വാക്കുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇറ്റ്സ് ഫാർ ബെറ്റർ ടു ബൈ എ വണ്ടർഫുൾ കമ്പനി അറ്റ് എ ഫെയർ പ്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് എ ഫെയർ കമ്പനി അറ്റ് എ വണ്ടർ പ്രൈസ്. അതായത് നമ്മൾ പലരും സ്റ്റോക്കിനെ ചേസ് ചെയ്ത് മേളിലെത്തി മേടിക്കും, അത് തലയിലാവും, അത് വെച്ചുകൊണ്ട് കുറേ കാലം ഓടും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ട്രേഡിംഗ് ഒക്കെ നിർത്തി നമ്മുടെ വേറെ പണിക്ക് പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നല്ല വാല്യുവേഷന് വേണ്ടി കാത്തിരിക്കുക. കാരണം മാർക്കറ്റ് ഇടിയാൻ വലിയ സമയമൊന്നും വേണ്ട, കയറുവാനാണ് പാട്. മാർക്കറ്റ് ഒരു വർഷത്തിൽ ഒരു 10 പ്രാവശ്യം ഇടിയുമെങ്കിൽ ഒരു 5 പ്രാവശ്യം മാത്രമേ കയറുകയുള്ളൂ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ കാലത്തെ ചരിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, കൂടുതൽ സമയവും മാർക്കറ്റ് ഇടിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ഈ 90% ആൾക്കാരും പരാജയപ്പെട്ട് പിന്മാറുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തകർന്നു കിടക്കുന്ന ഒരു സെക്ടറിനെ കുറിച്ചിട്ടാണ്. അതിലും തകർന്നു കിടക്കുന്ന ചില കമ്പനികളെ കുറിച്ചിട്ടാണ്, അവയുടെ വാല്യൂഷനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഒത്തിരി ഒരു 10, 30, 40 കമ്പനികൾ ഞാൻ പറയാം ഏതൊക്കെയാണെന്ന്. അത് നമുക്ക് ഒരുമിച്ച് മേടിക്കാൻ പറ്റിയ ചില മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. സോ വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിങ്. ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു കുഞ്ഞു വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ, നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഇല്ല എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചിട്ട് ഏഞ്ചലിൻ്റെയോ അല്ലെങ്കിൽ സെറോധയുടെയോ അപ്സ്റ്റോക്സിൻ്റെയോ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ എനിക്കൊരു കുഞ്ഞു ടെലിഗ്രാം ചാനലുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അതിൽ അംഗമായിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു അവസ്ഥയിൽ, അതായത് ഈ മാർച്ചിൽ നിഫ്റ്റി LC അടിച്ചതിന് ശേഷം ഇപ്പോൾ തിരിച്ചു വരികയാണ്. പക്ഷേ ഈ അവസ്ഥയിലും കരകയറാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇതുവരെയും കരകയറിയിട്ടില്ലാത്തൊരു മേഖലയുണ്ട്, അല്ലേ? ബാങ്കിങ് സെക്ടർ. അതുപോലെ തന്നെ ഒരുപാട് നല്ല ബാങ്കുകളുണ്ട്. അതായത് നമുക്കറിയാം, SBI കിടന്നത് 350-ലാണ്, ഇപ്പോൾ നിൽക്കുന്നത് 185, 190 റേഞ്ചിലാണ്. അതുപോലെ തന്നെ നമ്മുടെ HDFC 1305, 1305 കിടന്ന HDFC ഇപ്പോൾ നിൽക്കുന്നത് 1020, 1000 റേഞ്ചിലാണ്. ICICI 550 നിന്നും ഇപ്പോൾ 300, 310 ആ റേഞ്ചിൽ നിൽക്കുകയാണ്. ആക്സിസ് ബാങ്ക് 765 റേഞ്ചിൽ നിന്നും ഇപ്പോൾ 395, 400 ആ ലെവലിൽ നിൽക്കുകയാണ്. മുത്തൂറ്റ് ഫിനാൻസ് 1400 ലെവലിൽ നിന്നും ഇപ്പോൾ ഏകദേശം 1000, 1100 റേഞ്ചിൽ നിൽക്കുകയാണ്. ക്യാൻഫിൻ ഹോംസ് 520 നിന്നും ഇപ്പോൾ നിൽക്കുന്നത് 350, 300 റേഞ്ചിലാണ്. അങ്ങനെ പല സ്റ്റോക്കുകളും. അതായത് നിങ്ങളെൻ്റെ വാക്കുകൾ എഴുതി വെച്ചോളൂ. SBIക്ക് ഇപ്പോൾ കിടക്കുന്നത് മോഹവിലേക്കാണ്. ഒരു വർഷമൊന്നും വേണ്ട, ഈ ഒരു മൊറട്ടോറിയം എടുത്ത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അത് പറഞ്ഞേക്കും. ഒന്നും വേണ്ട, ഒരു 2 വർഷം കാത്തിരിക്കാമെങ്കിൽ ഇപ്പോൾ കിടക്കുന്ന 180-ക്കും 190-ക്കും കിട്ടുന്ന SBI അന്ന് നിൽക്കുന്നത് 300, 400 ആയിരിക്കും, അല്ലേ? നമ്മളപ്പോഴും ഒരു 180-ക്ക് മേടിച്ചിട്ട് ഒരു 200 അല്ലെങ്കിൽ 250-ക്ക് വിറ്റ് മാറും. എന്തായാലും കുറച്ച് ക്വാണ്ടിറ്റി എങ്കിലും ഒരു ലോങ് ടേമിന് കാത്തു വയ്ക്കാൻ പറ്റിയാൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലേ. നമുക്കൊരു 10-20% കിട്ടുമ്പോൾ നമ്മൾ വിറ്റ് മാറുകയാണ് ചെയ്യുന്നത്. ഇത് 30 പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടേഴ്സ് ബാങ്കുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരുപാട് ക്യാഷ് വേണമല്ലേ. അവിടെയാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നമ്മളെ സഹായിക്കുന്നത്. നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ടുകളിൽ പലതരം കമ്പനികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലതരം കമ്പനികളുടേതായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. എന്നാൽ നമുക്ക് ബാങ്കിങ് സെക്ടേഴ്സിന് മാത്രമായിട്ടുള്ള ചില മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതിൽ ചിലതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിനാൻഷ്യൽ സർവീസസ് ഫണ്ട്, ഗ്രോത്ത് ഓപ്ഷനുണ്ട്, ഡിവിഡൻഡ് ഓപ്ഷനുണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിപ്പോൺ ഇന്ത്യ ബാങ്കിങ് സെക്ടർ ഫണ്ടുണ്ട്. അതുപോലെ തന്നെ ICICI ബാങ്കിങ് സെക്ടർ ഫണ്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫണ്ടുകളുണ്ട്. അതിൽ ചില ഫണ്ടുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല. നമ്മൾ അത്തരം മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് പരിചയപ്പെടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് അറിയാമായിരിക്കും. എന്നാൽ ബിഗിനേഴ്സിന് ഒരുപക്ഷെ അറിഞ്ഞിടാത്ത കുറച്ച് പേരെങ്കിലും കാണും. അപ്പോൾ നമ്മൾ പറയുന്ന മ്യൂച്വൽ ഫണ്ടുകൾ പലതരം ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്. ഒന്നെന്ന് പറയുന്നത് SBI ഫിനാൻഷ്യൽ സർവീസസ് ആണ്. അതിലൊരുപാട് ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കടക്കാം. അതിൻ്റെ പോർട്ട്ഫോളിയോ എന്തൊക്കെയാണ്, അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, അത് ഏറ്റവും ഇടിഞ്ഞു നിൽക്കുന്നൊരു സമയം കൂടിയാണിപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തതിന് ശേഷം മേടിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഒരു 2-3 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ തിരിച്ച് ഈ പറഞ്ഞ ബാങ്കുകളൊക്കെ തിരിച്ച് അവരുടെ പ്രതാപകാലത്തോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് ബുക്ക് ചെയ്തെടുക്കാവുന്നതുമാണ്. പല മികച്ച ബാങ്കിങ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്.
അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബാങ്കിങ് സെക്ടേഴ്സ് മൊത്തത്തിലൊരു ഇടിവ് രേഖപ്പെടുത്തിയൊരു സമയമാണ്, അല്ലെങ്കിൽ ഒരു ഏറ്റവും പതറ്റിക്കായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ബാങ്കിങ് സ്റ്റോക്കുകൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഏതൊരു സെക്ടറാണോ ഡൗൺ ആയിരിക്കുന്നത് ആ സമയത്താണ് നല്ല സ്റ്റോക്കുകൾ കരസ്ഥമാക്കുന്നത്. അതുപോലെ തന്നെയാണ് ആ സമയത്താണ് നമ്മൾ മികച്ച മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങേണ്ടത്. അപ്പോൾ ഇതിൽ പല വെബ്സൈറ്റുകളുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ചില മ്യൂച്വൽ ഫണ്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിപ്പോൺ ഇന്ത്യ ബാങ്കിങ് ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്, ആദിത്യ ബിർല സൺ ലൈഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്, SBI ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. അപ്പോൾ ഇതുപോലെ തന്നെ ടോപ്പായിട്ടുള്ള മറ്റ് മ്യൂച്വൽ ഫണ്ടുകളുമുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട്, ഒരു പക്ഷേ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത്, ഏതൊക്കെ വെബ്സൈറ്റിൽ പോയാൽ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. സോ ഇതൊരു റെക്കമെൻഡേഷനോ അഡ്വൈസോ ഒന്നുമല്ല. ഇപ്പോൾ ഇതിൽ ഞാൻ 1-2 മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പറയും, അതിൻ്റെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ SBI ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഫണ്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വർഷത്തെ ഗ്രോത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൾമോസ്റ്റ് 24.4 ഓൺ NAV-യിൽ നിന്നും ഇത് ഇപ്പോൾ നിൽക്കുന്നത് 16.5 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തലത്തിൽ, അതായത് 21-ൽ നിന്നും 13-ഉം അല്ലെങ്കിൽ 14-ഉമായ സമയത്തൊക്കെ നമ്മൾ എടുക്കേണ്ടതായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇപ്പോഴും നല്ലൊരു പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു വാല്യൂഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നെക്സ്റ്റ് ഫോളോ വരുമ്പോൾ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇങ്ങനെ മാർക്കറ്റ് അടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഇത്തരം ഒരു ക്രൈസിസ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുക തന്നെ വേണം. ഫണ്ട് മാനേജേഴ്സ് മാത്രമല്ല നമുക്കും മേടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മാക്സിമം നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് അപ് ട്രെൻഡാണ്. ചിലയിടത്ത് ഒരു ഇടിവ് വരുന്നുണ്ട്, പക്ഷേ ഇത് അപ്പാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നല്ലൊരു ഇടിവ് കിട്ടി. അപ്പോൾ ഒരുപക്ഷെ എന്താ പറയുക, 2 വർഷം മുമ്പുള്ള വാല്യൂഷനിൽ നിൽക്കുകയാണ് ഇപ്പോഴും. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത് 1 ഇയറിലെ വാല്യൂഷനാണ്. 1 ഇയറിലെ ഗ്രാഫ് എങ്ങനെയാണ് പോയിട്ടുള്ളതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 3-6 മാസത്തിനുള്ളിൽ ഇത്രയും ഏകദേശം ഫെബ്രുവരിയിൽ ആൾമോസ്റ്റ് എത്രയായിരുന്നു, 21.73 ആയിരുന്നു. അതിനുശേഷം ജസ്റ്റ് കയറി വരികയാണ്. തീർച്ചയായിട്ടും അത് മേളിലോട്ട് പോവുക തന്നെ ചെയ്യും. ബാങ്കിങ് സെക്ടേഴ്സ് എല്ലാം നമ്മുടെ മൊറട്ടോറിയം ഒക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ബാങ്കിങ് സെക്ടേഴ്സ്, നമുക്കറിയാം SBI ഇപ്പോൾ നിൽക്കുന്നത് 185 അല്ലെങ്കിൽ 190-ലാണ്. തീർച്ചയായിട്ടും അതൊരു 350-400 പോകേണ്ട സ്റ്റോക്കാണ്. അതുപോലെ തന്നെ എല്ലാ സ്റ്റോക്കുകളും. ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇതാണ് ചില മ്യൂച്വൽ ഫണ്ടുകൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് SBI ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ബ്ലൂ എന്ന് പറയുന്നത് ഫണ്ട്, ഒരു യെല്ലോ എന്ന് പറയുന്ന കാറ്റഗറിയാണ്, അതുപോലെ വയലറ്റ് കളർ ഇൻഡെക്സ് ആണ്. ഇനി നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പോർട്ട്ഫോളിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് പോർട്ട്ഫോളിയോയിൽ അതിൽ ഈ ഒരു ഫണ്ടിൽ ഏതൊക്കെ സ്റ്റോക്കാണ് അടങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെന്ന് പറയുന്നത് ബാങ്കിങ് സ്റ്റോക്കുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ബാങ്കിങ്ങും അതുപോലെ തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനം CDSL പോലെയുള്ള, അല്ലെങ്കിൽ അത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഉള്ള ഒരു ഫണ്ടാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് 90% ബാങ്കിങ് സ്റ്റോക്കുകളെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ HDFC ബാങ്ക്, അപ്പോൾ അതിൻ്റെ പോർട്ട്ഫോളിയോ വെയിറ്റേജ് എന്ന് പറയുന്നത് 25.91, ICICI ആണെങ്കിൽ 12.80. ഇത് ആദ്യം മേടിച്ച ഡീറ്റെയിലാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഞാനെല്ലാം വായിക്കുന്നില്ല, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, CDSL, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് കൂടുതൽ കാണണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താൽ മതി. മഹീന്ദ്ര ഫിനാൻഷ്യൽ, അത്യാവശ്യം നല്ല കമ്പനികളെല്ലാം, ഏകദേശം ഇടിഞ്ഞു നിൽക്കുന്ന എല്ലാ ബാങ്കുകളിലും ഈ ഒരു ഫണ്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഫണ്ടുകൾ ഞാനിപ്പോൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗപ്പെടും. മോർണിംഗ് സ്റ്റാർ ആണ്, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ പോയി നമുക്ക് ആവശ്യമുള്ള മ്യൂച്വൽ ഫണ്ടുകൾ സെർച്ച് ചെയ്യാം. ഒരുപക്ഷെ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് ബാങ്കിങ് മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. ഇനി അതിൻ്റെ പെർഫോമൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം. പെർഫോമൻസ് എങ്ങനെയാണെന്ന് പറയുന്നത് 0.26, 1 മന്ത് എന്ന് പറയുന്നത് 2.75, 3 മന്ത്സ് റിട്ടേൺ എന്ന് പറയുന്നത് 15.60, അതിൽ 1 ഇയർ -7.80, 3 ഇയർ എന്ന് പറയുന്നത് 4.25, റിട്ടേൺ എന്ന് പറയുന്നത് 5.8.
അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ക്രൈസിസ് വരുമ്പോൾ കൂടുതൽ യൂണിറ്റുകൾ ആഡ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് 11.58 എന്നുള്ള പെർസെൻറ്റേജിനെ 15-ഉം 16-ഉം ഈവൻ 17-ഉം വരെ ആക്കി മാറ്റാൻ സാധിക്കും. അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫോക്കസ്ഡ് അപ്രോച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ എപ്പോഴാണോ മാർക്കറ്റ് ഇടിയുന്നത് അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ അതിൻ്റെ ഇതിലോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസ്ക് റേറ്റിങ്ങും പെർഫോമൻസിൻ്റെ പോർട്ട്ഫോളിയോയും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ ഞാനിത് എന്തുകൊണ്ടാണ് ഇതെടുത്ത് ചോദിച്ചാൽ, നിങ്ങളിത് മേടിക്കാനല്ല പറയുന്നത്, ജസ്റ്റ് അനലൈസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ആലോചിക്കുക. ഇപ്പം SBI ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്ന 5 സ്റ്റാർ മോൺസ്റ്റാറിൻ്റെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.